സർക്കാരിതര സേവനങ്ങളുമായി ജനമൈത്രി ജനസേവന കേന്ദ്രത്തിന്റെ പുതിയ ഓഫീസ് പഞ്ചായത്ത് ഓപ്പൺ ഓഡിറ്റോറിയത്തിന് സമീപത്തുള്ള 1ാം നിലയിൽ പ്രവർത്തനം ആരംഭിച്ചു. പഞ്ചായത്ത്, വില്ലേജ്, പാസ്പോർട്ട്, മോട്ടോർ വാഹന സേവനങ്ങൾ, +1 ഡിഗ്രി രജിസ്ട്രേഷനുകൾ, പോലീസ് ക്ലിയറൻസ്, ഗ്രാന്റ് സ്കോളർഷിപ്പുകൾ, ക്യാമറ ഫൈൻ, പോളി അഡ്മിഷൻ, ഫോട്ടോസ്റ്റാറ്റ്, ലാമിനേഷൻ തുടങ്ങിയ എല്ലാവിധ ഓൺലൈൻ വർക്കുകളും ജനമൈത്രി ജനസേവന കേന്ദ്രം നിങ്ങൾക്കായി പ്രദാനം ചെയ്യുന്നു. ജനമൈത്രി ജനസേവന കേന്ദ്രം പഞ്ചായത്ത് ഓപ്പൺ ഓഡിറ്റോറിയത്തിന് സമീപം, ചേലക്കര. ഫോൺ 8078053725 9048663725. മായന്നൂർ കൂട്ടിൽമുക്ക് തടയണയുടെ ഷട്ടറുകൾ തുറക്കാത്തതിൽ പ്രതിഷേധവുമായി കൊണ്ടാഴി ഗ്രാമപഞ്ചായത്ത് വേലൂർകെട്ട് പാടശേഖര സംരക്ഷണ സമിതി പ്രസിഡന്റ് രംഗത്ത്. ഷട്ടർ തുറക്കുന്നതിനു വേണ്ടി മഴയ്ക്ക് മുൻപ് തന്നെ പഞ്ചായത്തിന്റെ നോട്ടീസ് പ്രകാരം പഞ്ചായത്ത് പ്രസിഡന്റിന്റെയും വാർഡ് മെമ്പറുടെയും നേതൃത്വത്തിൽ തടയണയിലെ വെള്ളം നിയന്ത്രിക്കണമെന്ന് ബന്ധപ്പെട്ട അധികാരികളെ അറിയിച്ചിരുന്നതായി പാടശേഖര സംരക്ഷണ സമിതി പ്രസിഡന്റ് സതീശൻ പറഞ്ഞു. തടയണയിലെ ഷട്ടറുകൾ തുറക്കാത്തതുമൂലം ശക്തമായ മഴയിൽ കൂട്ടിൽമുക്ക് ഭാഗത്തെ ഭാരതപ്പുഴയുടെ 1 കിലോമീറ്ററോളം ദൂരം ഗതിമാറി ഒഴുകുകയും തൊട്ടടുത്തുള്ള കൃഷികൾക്ക് നാശം സംഭവിച്ചതായാണ് പരാതി. വാട്ടർ അതോറിറ്റിക്ക് വേണ്ടി തൃശൂർ അഡീഷണൽ ഇറിഗേഷൻ വിഭാഗം 12 കോടി രൂപ ചെലവിൽ നിർമ്മിച്ച തടയണയിലാണ് ഈ അനാസ്ഥ. കേരള വാട്ടർ അതോറിറ്റി എക്സിക്യൂട്ടീവ് എഞ്ചിനീയർക്കും ഒറ്റപ്പാലം AE എന്നിവർക്കും രേഖാമൂലവും ഫോണിലൂടെയും വിവരമറിയിച്ചിട്ടും യാതൊരുവിധ നടപടിയും സ്വീകരിച്ചില്ല എന്നും ആരോപണം. അതിർത്തി പങ്കിടുന്ന സ്ഥലമായതിനാൽ ആരും മുന്നിട്ടിറങ്ങാൻ തയ്യാറാവുന്നില്ല എന്നും എത്രയും വേഗം ബന്ധപ്പെട്ട അധികാരികൾ ഇടപെട്ട് വേണ്ട നടപടികൾ സ്വീകരിച്ച് ശാശ്വത പരിഹാരം കാണണമെന്നും പാടശേഖര സമിതി പ്രസിഡന്റ് സതീശൻ ആവശ്യപ്പെട്ടു. ഈ കഥ ഇപ്പോൾ +2 കഴിഞ്ഞൊരു വിദ്യാർത്ഥിയുടെ ഭാവിയിലെ അനുഭവമാകാം. 2016 ഞങ്ങൾ +2-ൽ ചേർന്നു. ഞങ്ങളെല്ലാം ഒരേ സ്കൂളിലാണ് പോകുന്നത്. 2018 ഞങ്ങൾ ഡിഗ്രി കോഴ്സുകളിൽ പ്രവേശനം നേടി. ഞങ്ങൾ ബ്രിഡ്കോയിൽ ചേർന്നു, കൂടെ ഡിസ്റ്റന്റ് ഡിഗ്രിക്കും ചേർന്നു. 2019 ഞങ്ങൾ ഡിഗ്രി 2ാം വർഷം പഠിക്കുന്നു. ഞങ്ങൾ ഡൽഹിയിൽ പരിശീലനം നേടിക്കൊണ്ടിരിക്കുന്നു. 2020 ഞങ്ങൾ 3ാം വർഷം ഡിഗ്രി പഠിക്കുന്നു. ഞങ്ങൾക്ക് ദുബായിൽ ജോലി ലഭിച്ചു. 2021 ഞങ്ങൾ PG പഠനം തുടങ്ങി. ഞങ്ങൾ മാസം 50,000 രൂപ സമ്പാദിക്കാൻ തുടങ്ങി. ഡിഗ്രി പൂർത്തിയാക്കുകയും ചെയ്തു. 2022 ഞങ്ങൾ PG പഠനം തുടരുകയാണ്. ഞങ്ങൾ വിദേശത്ത് ഒരു പുതിയ ഷോപ്പ് ആരംഭിച്ച് 75,000 മുതൽ 1 ലക്ഷം വരെ മാസം സമ്പാദിക്കുന്നു. 2023 ഞങ്ങൾക്കൊരു ജോലി തരുമോ? യെസ്, ഇവിടെ ജോലി നൽകുന്നുണ്ട്. ഇനിയും വർഷങ്ങൾ വീട്ടുകാരെ ആശ്രയിച്ച് ഹയർ എഡ്യൂക്കേഷൻ പഠിച്ച് തൊഴിലന്വേഷകനാകണോ? വളരെ പെട്ടെന്ന് വീട്ടുകാരെ സഹായിക്കാൻ ഉതകുന്ന ജോലിയും വരുമാനവും സംരംഭകത്വവും ലഭിക്കുന്ന സ്കിൽ എഡ്യൂക്കേഷൻ നേടണോ? സ്മാർട്ടായി തിരഞ്ഞെടുക്കൂ ബ്രിഡ്കോ ആൻഡ് ബ്രിഡ്കോ. ഫോർ മോർ ഡീറ്റെയിൽസ് കോൺടാക്ട് 9947656565.